ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ചൂസ് ജേണി. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇത്രയും നാൾ ഷോർട്ട് വീഡിയോസ് ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. കുക്ക് എന്താരാണ് അമ്മ. അപ്പോൾ അമ്മ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മ പറയും. അമ്മ പറഞ്ഞോളൂ. ഇന്ന് ചക്ക വരട്ടുന്നതാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ 2 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പകുതിക്ക് അടുത്ത വീട്ടുകളിലേക്കൊക്കെ കൊടുത്തു. ഒരു ചക്കയുടെ 1/4 ഭാഗം. അതുകൊണ്ടാണ് നമ്മളിന്ന് ചക്ക വരട്ടുന്നത്. അമ്മ പറഞ്ഞ് പഠിപ്പിച്ച പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, അമ്മേനെ കൊണ്ട് ഇത്രയും നമ്മൾ പറയിപ്പിച്ചെടുത്തു. കുറച്ച് കഴിയുമ്പോൾ അമ്മ ഡെവലപ്പ് ആയിട്ട് വരും. അമ്മയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കൊടുക്കും. പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മൾ ചക്ക വരട്ടാൻ പോവാണ്. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി 9 മണി 9:30 ആയി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചക്ക വരട്ടാറൊക്കെ ഉണ്ടാവും. നമുക്ക് നല്ല സ്പെഷ്യൽ സ്റ്റൈലുണ്ടോ ചക്ക വരട്ടാന്? ഇല്ല, നോർമൽ ചക്ക വരട്ടാണ്. എന്നാലും നമ്മൾ എങ്ങനെ ചെയ്യുന്നതൊക്കെ കാണിച്ചത്. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ശർക്കര വരട്ടുക കേട്ടോ. ഇത് എത്ര ശർക്കര ഉണ്ടാവും? 1/2 കിലോ ശർക്കര വാങ്ങിയിട്ട് ഇട്ടിട്ടുള്ളതാണ്. 1/2 കിലോ ശർക്കര ഉണ്ട്. കുറച്ച് മാറ്റി വെച്ചിട്ട് കുറച്ചൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഒരു മധുരത്തിനനുസരിച്ച് എത്ര മധുരം വേണം അതിനനുസരിച്ച്. ഇപ്പൊ നമ്മളൊരു 1/2 ചക്കയല്ല, 1/4 ഭാഗം ചക്കയോ 1/4 ഭാഗം ചക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നന്നായി ഒന്നിങ്ങനെ അലിയിച്ചെടുക്കണം. അലിയിച്ചിട്ട് അതിന്റെ കരട് കളയണം. നമുക്കിന്ന് ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഈദായിട്ട് നമ്മുടെ പഴയ വീടിൻ്റെ അടുത്തുള്ള ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ഈദ് ഫുഡിന് ക്ഷണിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിലുള്ളവർക്ക് ബിരിയാണിയും ചമ്മന്തിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഒരു പിടി പിടിക്കാൻ. അപ്പോൾ നമുക്ക് ബാക്കി കാണാം. അമ്മ ഇങ്ങനെ ചുള പറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തേക്കാണ്. ഒരു ദിവസം ആയിട്ടുണ്ട്, കാരണം തലേ ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതിങ്ങനെ ആയിട്ടുണ്ട്. ഇങ്ങനെ വരട്ടുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അമ്മ. ഇത് നല്ല പഴുത്തരക്കുക കേട്ടോ. പിന്നെ ഇത് ഇപ്പം ഇന്ന് നമ്മൾ ചക്കയുടെ എലിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട ഒരു മൂത്ത ചക്കയാണ്. ഇത് പഴുത്തിട്ടില്ല അധികം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഉണ്ടോ? ഇത് രണ്ടും കൂടി മിക്സിയിൽ അരയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ബാക്കി എന്താണെന്ന് ചെയ്യണം. അമ്മ ഇപ്പോൾ പഴുത്ത ചക്കയും പിന്നെ അധികം പഴുക്കാത്ത ചക്ക ഉണ്ടായിരുന്നല്ലോ, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. ആ പഴുത്ത ചക്കയും പിന്നെ ആദ്യം കാണിച്ച മൂത്ത് അധികം പഴുപ്പാത്ത ചക്കയില്ലേ, അത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വരട്ടാനായിരിക്കില്ലേ, ഇതും അതും കൂടി മിക്സ് ചെയ്തിട്ട് വരട്ടായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നമ്മൾ ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ആഡ് ചെയ്യണം. ഇനി നന്നായി കുറുകി വന്നിട്ടാണോ നമ്മൾ ശർക്കര ഇടുക? അപ്പോൾ നന്നായി വെന്ത് വരണം, എന്നിട്ട് നമ്മൾ ശർക്കര ഇട്ടുള്ളൂ. നന്നായി വെന്തിട്ടുണ്ട്, നന്നായി പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശർക്കര പാവ് ഫുൾ അയച്ചാമ്മ, ഫുൾ അയച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ഒരു 1 മണിക്കൂറായി ഇളക്കുന്നുണ്ടല്ലേ. ഇനി ഇത് 1 മണിക്കൂർ കൂടെ ഇളക്കേണ്ടി വരും. ഏകദേശം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നെയ്യ് ഒഴിക്കാവുന്നവരുണ്ട്. നമുക്ക് വല്ലാതെ നെയ്യേക്കാളും നല്ലത് കുറച്ച് പച്ച വെളിച്ചെണ്ണ. നമ്മുടെ ചക്ക വരട്ടിയത് ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായ ഉണ്ടല്ലോ, ഏലക്കായ പൊടിച്ചത്. നമ്മൾ ഏലക്കായ പഞ്ചസാരയും കൂട്ടിയിട്ട് പൊടിച്ചതാണ്. ഏലക്കായും പഞ്ചസാര കുറച്ച് മതിയില്ലേ? അങ്ങനെ പഞ്ചസാര അല്ലാതെ പൊടിയില്ല. അപ്പോൾ ഏലക്കായും പഞ്ചസാരയും ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെയ്യ് ഒഴിക്കണം. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ.
ഏകദേശം ഇതിങ്ങനെ ചീഞ്ചട്ടിയിൽ നിന്ന് വിട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി നമ്മൾ ഇത് ഒരു പാത്രത്തിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് ഇതിട്ടിട്ട് നമ്മൾ പരത്തി സെറ്റാക്കി വെക്കുക. അണ്ടിപ്പരിപ്പ് എപ്പോഴും ഇടുക? ലാസ്റ്റ് അത് സെറ്റാക്കിയതിന് ശേഷം അതിന് മേലെ അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ചെയ്യുക. അതേപോലെ കൽക്കണ്ടം, ചെറിയ കൽക്കണ്ടം ഉണ്ടായിരിക്കും, അത് ഇടാം. അപ്പോൾ അത് അലിഞ്ഞു മുന്തിരിങ്ങ വേണ്ട, മുന്തിരി ഇടാം. ഇവിടെ മുന്തിരിങ്ങ അങ്ങനെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ഇടാവൂ. അപ്പോൾ അത് നല്ല ചീഞ്ചാട്ടിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ആ ഒരു പരിവായ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലേ? ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ഓൾറെഡി നെയ്യ് ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വെച്ചതിന് മേലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ നമുക്കിങ്ങനെ വെക്കാം. നമുക്ക് 2 പാത്രം അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ, നിറയ്ക്കാനുള്ളതായിട്ടുണ്ട്. ചക്ക വരട്ടിയത് അങ്ങനെ സെറ്റായിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കും. എന്നിട്ട് നമുക്ക് നാളെ കഴിക്കാം. അപ്പോൾ കഴിക്കാനൊക്കെ വീഡിയോ നാളെ എടുക്കാം കേട്ടോ. ഈ ചക്കരത്തിന് മേലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരിക്കും, അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടാവും, നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ കിട്ടും. ടേസ്റ്റ് ഉണ്ടല്ലേ? അപ്പം ഞാനിങ്ങനെ അണ്ടിപ്പരിപ്പ് വെക്കണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കയ്യിലൊക്കെ അങ്ങനെ പറ്റിയപ്പോൾ ടേസ്റ്റ് നോക്കി. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഇതേപോലെ ചക്ക വരട്ടെ, ചക്കയുടെ കാലാണ് ഇപ്പോൾ. നമ്മളിത് ഒന്ന് ചൂടാറിയിട്ട് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തിട്ട് നാളെ ടേസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഫ്രിഡ്ജ് വെച്ചില്ലേ പുറത്ത് വെച്ചാലും മതി. അപ്പോൾ ബാക്കി ടേസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഒന്നും കൂടി ഡ്രൈ ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വരട്ടിയെടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് 2-2.5 മണിക്കൂർ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും, അത് ഉണ്ടാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും റെസിപ്പി എളുപ്പമാണ്. ചക്ക കിട്ടാൻ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്ര വീഡിയോ ടാറ്റാ.